കർണാടകയിലെ മുരുടേശ്വരത്ത് 2023 ഒക്ടോബർ 2-ാം തീയതി നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നന്ദിനി എന്ന് പറയുന്ന ഒരു 32-കാരിയും ലോകേഷ് എന്ന് പറയുന്ന ഒരു 37-കാരനും. ഇവർക്ക് 2 മക്കളാണ്. 2 മക്കളും പഠിക്കുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. ഇവരുടെ വിവാഹം നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കർണാടകത്തിലെ എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയാണ്. അതായത് പുതിയ പുതിയ അമ്പലങ്ങളിലും അതുപോലെ തന്നെ ചില അമ്പലങ്ങളിലും മിനുക്കുമണിക്കും ഒക്കെ ആയിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ സ്ത്രീ സൗന്ദര്യമൊക്കെ നല്ല രീതിയിൽ കൊത്തിവെച്ചിട്ട് കാണുമ്പോൾ ചില സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ആരാധന തോന്നും. നല്ല ആരാധന, ആ ശില്പീനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ചില ആൾക്കാർ വിചാരിക്കും. അതുപോലെ തന്നെ ഈ ലോകേഷ് എന്ന് പറയുന്ന ശില്പിയോട് ഭയങ്കര ആരാധനയായിരുന്നു നന്ദിനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക്. അങ്ങനെ ഇവർ രണ്ടും പ്രണയത്തിലായി. അങ്ങനെ ഒരു ദിവസം നന്ദിനിയുടെ വീട്ടിലേക്ക് ഈ ലോകേഷ് പോകുകയാണ്. ലോകേഷ് പോയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, പക്ഷേ ഞാൻ നിങ്ങളുടെ മകളെ പട്ടിണി കൂടാതെ സംരക്ഷിക്കും, ഞാനൊരു ശില്പിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ അച്ഛനും കുറച്ച് അമ്പലവും കാര്യങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെയൊരു മരുമകനെയാണ് അവർക്ക് വേണ്ടത്. ധൈര്യമായിട്ട് എൻ്റെ മകളെ ഇഷ്ടമാണെന്ന് വന്ന് ഞങ്ങളോട് തന്നെ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ലോകേഷും കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല. അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കും, നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. അതായത് ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള സമ്പാദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ 2023 ഒക്ടോബർ 2-ാം തീയതി രാത്രി ഈ വീട്ടിൽ നിന്നും ഒരു ഭയങ്കരമായ ഒരു അലർച്ച കേട്ടുകൊണ്ടാണ് അയൽവാസികൾ ഉണർന്നത്. അപ്പോൾ നാട്ടുകാരെല്ലാവരും ഉണർന്നു. പക്ഷേ ആരും അങ്ങോട്ട് പോകുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുതിയതായിട്ട് ഇവിടെ താമസത്തിന് വന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അലർച്ച, എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഒരു സ്ത്രീയുടെ അലർച്ചയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നിട്ടൊരു സ്ത്രീ പുറത്തേക്ക് ഓടി വരുന്നു. ആ മുറ്റത്തേക്ക് അങ്ങ് വീഴുകയാണ്. അവരുടെ ശരീരത്ത് നിന്നും രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഏതായാലും കുറച്ച് ആൾക്കാർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുന്നു. അതുപോലെ ആംബുലൻസിന് ഫോൺ ചെയ്യുന്നു. അങ്ങനെ പോലീസുകാർ എത്തി, അതുപോലെ ആംബുലൻസ് എത്തി. അവരെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അവർ മരണമടഞ്ഞിരുന്നു. ഏതായാലും ഭർത്താവാണ് കുത്തിയിരിക്കുന്നത്. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു. കാരണം എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് കുറച്ച് നാളെ ഇവിടെ താമസിച്ചിട്ടുള്ളൂ എങ്കിലും ആ വാടക വീട്ടിൽ നല്ല സ്നേഹത്തോടു കൂടിയാണ് ഇവരുടെ യാത്രയും അതുപോലെ തന്നെ ഇവർ സംസാരിക്കുന്നതും ഒക്കെ. പെട്ടെന്ന് എന്താണ് ഭർത്താവിന് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇവരുടെ മക്കളാണെങ്കിൽ ഈ ലോകേഷിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും വഴക്ക് നടന്നോ എന്നൊന്നും അറിയില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇവരുടെ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ബന്ധുക്കളോട് ചോദിച്ചു, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബന്ധുക്കൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഇവർ വളരെയധികം സ്നേഹത്തിലാണ്. നന്ദിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷിന് ജീവനാണ്, ഭയങ്കര ജീവനാണ്. അത്രയും പ്രണയമാണ് നന്ദിനിയോട്. ലോകേഷ് ആണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഏതായാലും പോലീസ് ലോകേഷിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവർ തമ്മിലുള്ള നല്ല പ്രണയമാണ്, പക്ഷേ നന്ദിനിയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ പോലീസുകാരോട് പറയുന്നത്. അതായത് 12 വർഷമായി ഇവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് രണ്ടുപേരുടെയും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ 2 മക്കളുമായി മക്കളൊക്കെ പഠിക്കാൻ പോയി. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിനി ഒരു സമയം കഴിഞ്ഞപ്പോൾ ഫുൾ ടൈം മൊബൈലിൽ റീൽസ് ചെയ്യുന്നു, അതുപോലെ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ വായിക്കുന്നു, അതിന് റിപ്ലൈ കൊടുക്കുന്നു. പിന്നെ ചില ആൺ സുഹൃത്തുക്കളുമായിട്ടൊക്കെ അങ്ങ് പരിചയപ്പെടുകയാണ്. അതായത് ഇവർ ഈ എന്താ പറയേണ്ടത്, റീൽസിൽ കുറച്ച് ആൾക്കാർ ആയിക്കഴിഞ്ഞപ്പോൾ ഈ ആൺ സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇവരുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു. പിന്നീട് പ്രൈവറ്റായിട്ട് ഫോൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുട്ടികളുടെ പഠിത്തം വരെ നോക്കാതെ, അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങളൊന്നും ചെയ്യാതെ ഭാര്യ ഇങ്ങനെ പോകുന്നത് കണ്ട് ഒരുപാട് ഇദ്ദേഹം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ ഭാര്യ പറഞ്ഞു, നീയൊക്കെ പഴഞ്ചനാണ്, ഞങ്ങളൊക്കെ ന്യൂജനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ ഇയാളെ അപമാനിക്കുന്ന തരത്തിൽ അങ്ങ് പെരുമാറാൻ തുടങ്ങി. അതുമാത്രവുമല്ല, ഇദ്ദേഹം അവിടെ ഇല്ലാത്തപ്പോൾ കൂട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൺ സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വരാനും തുടങ്ങി. കാമുകരല്ല, ആൺ സുഹൃത്തുക്കൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയൊന്നുമില്ല,
അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സുഹൃത്തുക്കൾ വരുന്നേ, ഇവളാണെങ്കിൽ വലിയ താരമാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഭർത്താവ് ഇതിനോട് പറഞ്ഞു ഇനി വീട്ടിലേക്ക് ആൾക്കാർ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴേ ഇവള് കൂട്ടുകാരുടെ കൂടെ പുറത്തു പോകാൻ തുടങ്ങി. അങ്ങനെ കാറൊക്കെ എടുത്ത ആൾക്കാർ വരുന്നു, ബൈക്കൊക്കെ എടുത്ത ആൾക്കാർ വരുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നമായതിന് ശേഷമാണ് ആ വീട് വിറ്റ്, അതായത് ആ വീട് പൂട്ടിയിട്ട്, കുടുംബ വീടായിരുന്നു അത് പൂട്ടിയിട്ടതിന് ശേഷം ഈ മുരുടേശ്വരം എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ താമസം മാറുന്നത്. ഏതായാലും കൊച്ചുങ്ങളെ കൊണ്ടുവന്നില്ല. കൊച്ചുങ്ങൾ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് അവിടെ അടുത്ത് തന്നെയുള്ള മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് ഭാര്യയും ഭർത്താവുമാണ് ഇവിടത്തേക്ക് വന്നത്. പക്ഷെ ഇവിടെ വെച്ചെങ്കിലും ഭാര്യ നന്നാവുമെന്നാണ് ഇദ്ദേഹം കരുതിയത്. അതായത് ഭാര്യയോട് ഇദ്ദേഹത്തിന് ഭയങ്കര പ്രണയമാണ്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സിനെ പറ്റിയിട്ട് ചിന്തിക്കാനേ കഴിയുന്നില്ല. ഭാര്യ പറയുന്നത് എന്നെ ഡിവോഴ്സ് ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പവുമില്ല, എന്നെ ഡിവോഴ്സ് ചെയ്യൂ. പക്ഷേ ഭർത്താവിനത് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും പ്രണയമാണ് ഈ നന്ദിനിയോട് ഒരുപാട് പറയുമ്പോഴൊക്കെ നന്ദിനി ഇദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു കാലം വാടക വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. നന്ദിനിയും അതുപോലെ തന്നെ ലോകേഷും വളരെ സൗഹൃദപരമായിട്ട് യാത്ര പോകുന്നു, വൈകുന്നേരം വരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അവിടെയുള്ള അയൽവാസികളൊക്കെ കാണുന്നത്. ഏതായാലും അങ്ങനെ അവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 2 മാസം കഴിയുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ടാണ് ആ അയൽവാസികൾക്കൊന്നും ഈ ഒരു സംഭവം പിടികിട്ടാത്തത്. അതായത് കുറച്ച് നാൾ ഭാര്യ നല്ല രീതിയിൽ പോയി. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഭാര്യ വീണ്ടും ഇതുപോലെയുള്ള കുറേ കൂട്ടുകാർക്ക് അഡ്രസ്സൊക്കെ കൊടുത്തു. അങ്ങനെ കൂട്ടുകാരൊക്കെ അവിടത്തേക്ക് വരാൻ തുടങ്ങി. അവിടെ വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവിടെ വഴക്കായപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ ഏതായാലും പുറത്തൊക്കെ പോയിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഭയങ്കര പ്രശ്നമാവുകയാണ്. അന്നത്തെ ദിവസവും രാത്രി ഇതേപോലെ 12 മണിക്ക് ഒരു സുഹൃത്ത് വരുമെന്ന് പറഞ്ഞിട്ട് ഭാര്യ അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു നീ പോകരുത്, ലോകേഷ് പറഞ്ഞു നീ പോകരുത്, പോയി കഴിഞ്ഞാൽ അതായത് നാളെ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുതരാം. ഭർത്താവിനോട് പറഞ്ഞു നീ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല, അതായത് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഡിവോഴ്സ് ചെയ്യൂ, എന്നിട്ട് നീ പോയി വേറെ കല്യാണം കഴിക്കൂ എന്നൊക്കെ തർക്കുത്തരം മാത്രമാണ് ഈ നന്ദിനി പറയുന്നത്. 32 വയസ്സുള്ള നന്ദിനിയെ കാണാൻ കുറച്ച് സ്റ്റൈലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പയ്യൻ വരുമെന്ന് പറഞ്ഞിട്ട് ആ വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ആ പയ്യൻ വിളിക്കുന്നു, ഞാൻ എത്താറായെന്ന് വിളിക്കുകയാണ്. അങ്ങനെ ഇത് കേട്ടുകൊണ്ടാണ് ഭർത്താവ് അവിടെ നിന്നത്. അദ്ദേഹം അവിടെ കിച്ചണിൽ പോകുന്നു, ഒരു കറിക്കത്തി എടുക്കുന്നു. അങ്ങനെയാണ് ഇവരെ കുത്തി കൊലപ്പെടുത്തുന്നത് എന്ന് പോലീസിനോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പോലീസിന് ഈ കഥ കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ നന്ദിനിയുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടു. നന്ദിനിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ നന്ദിനിയുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും ഒക്കെ പറഞ്ഞത് ലോകേഷിനെ പോലെ ഒരു പയ്യൻ, അതായത് ഇത്രയും നല്ലൊരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല, എല്ലാ തെറ്റുകളും എൻ്റെ സഹോദരിയുടേതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഈ സംഭവം അറിയുമായിരുന്നു, ഞങ്ങളൊക്കെ ഒരുപാട് ഉപദേശിച്ചു. പക്ഷേ എൻ്റെ സഹോദരി തിരുത്താൻ തയ്യാറായില്ല. ലോകേഷിനോട് അവസാനം നമ്മൾ പറഞ്ഞു അവളെ ഒഴിവാക്കിയിട്ട് വേറെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ലോകേഷ് പറയുന്നത് എനിക്ക് പ്രാണനാണ് ഇവളെ എന്നാണ്. അത്രത്തോളം ലോകേഷ് ഈ നന്ദിനിയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഏതായാലും അത് നന്ദിനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ 2 കുട്ടികൾ അനാഥരായി എന്ന് മാത്രം. ആ കുട്ടികൾക്ക് അമ്മയില്ലാതായി, അതായത് അമ്മയുടെ ദുർനടപ്പ് കൊണ്ട് ഇപ്പോൾ അച്ഛനുമില്ലാതായിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടികൾക്ക് ഇപ്പോൾ ആരുമില്ലാതായി എന്നുള്ളതാണ്. ലോകേഷിനെ ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഈ അവിഹിതവും ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കുടുംബം തകർക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെയാണ്, വേറെ ആരെയല്ല, ഈ കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. ആ കുട്ടികൾ പിന്നെ ആരോരുമില്ലാതെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക സഹതാപത്തോടു കൂടി ആൾക്കാരിങ്ങനെ നോക്കും. അച്ഛൻ ജയിലിൽ, അമ്മ മരിച്ചു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. നന്ദി, നമസ്കാരം.